നമ്മുടെ സങ്കടങ്ങളും വേദനകളും മറ്റാരേക്കാളും അധികം ദൈവം അറിയുന്നുണ്ട്. ഈ ദൈവത്തിൽ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ചിന്താഭാരങ്ങൾ നമ്മെ അലട്ടുമ്പോൾ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്നാണല്ലോ ദാവീദ് 55 സങ്കീർത്തനം 22 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രൊഫസർ തൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ കുറേ വെള്ളവുമായി വന്ന് വിദ്യാർത്ഥികളോട് ഇതിനെത്ര ഭാരമുണ്ട് എന്ന് ചോദിച്ചു. 50 ഗ്രാമെന്നും 10 ഗ്രാമെന്നും വിദ്യാർത്ഥികൾ പല മറുപടിയാണ് പറഞ്ഞത്. പ്രൊഫസർ തുടർന്നു, എനിക്കിതിൻ്റെ ഭാരം എത്രയെന്ന് കൃത്യമായി അറിയില്ല. എന്നാൽ ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഭാരമുള്ള ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ ഏതാനും മിനിറ്റ് നേരം പിടിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല എന്ന് ഒരു കുട്ടി പറഞ്ഞു. എന്നാൽ 1 മണിക്കൂർ നേരം ഞാനിത് പിടിച്ചാലോ എന്ന് ചോദിച്ചതിന് സാറിൻ്റെ കൈ വേദനിക്കുമെന്ന് വേറെ കുട്ടി പ്രതികരിച്ചു. എന്നാൽ 1 ദിവസം മുഴുവനും ഞാനിത് പിടിച്ചാലോ എന്ന് ചോദിച്ചതിന് അങ്ങയുടെ കൈ മരവിക്കുകയും അങ്ങയുടെ കൈ തളർന്നു പോവുകയും ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ ഏകസ്വരത്തിൽ പറഞ്ഞു. പ്രൊഫസർ വീണ്ടും ഇപ്രകാരം ചോദിച്ചു, അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യം വിദ്യാർത്ഥികളെ ചിന്താക്കുഴപ്പം ഉള്ളവരാക്കി തീർത്തു. എങ്കിലും ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു, സാർ, ആ ഗ്ലാസ് താഴെ വയ്ക്കുക, അപ്പോൾ ആ പ്രയാസം ഉണ്ടാകുകയില്ല. ഇത് കേട്ട പ്രൊഫസർ പറഞ്ഞു, ജീവിതത്തിൻ്റെ ഭാരങ്ങളും ഇപ്രകാരമാണ്. ജീവിതഭാരത്താൽ നാം തളർന്നു പോകുന്നു. ജീവിതത്തിൽ ഒന്നും ചെയ്യാനാവാത്ത ഒരു സ്ഥിതിയിൽ നാം എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജീവിതഭാരം നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നായിത്തീരുന്നു. എന്നിട്ടും ഓരോ ദിവസത്തെയും ഭാരത്തോടു കൂടി അടുത്ത ദിവസത്തെ ഭാരത്തെയും നാം കൂട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള പരിഹാരമാണ് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളിൽ കാണുന്നത്. ഓരോ ദിവസത്തെ ഭാരവും ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് ആ ഭാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി നാം ഉറങ്ങുക. ഇന്നത്തെ ഭാരം നാളെ നമ്മളെ ശല്യപ്പെടുത്താൻ അനുവദിക്കരുത്. ഓരോ ദിവസത്തെ ഭാരവും അതാത് ദിവസത്തേക്ക് മാത്രമുള്ളതാണെന്ന് യേശുക്രിസ്തു പറയുകയുണ്ടായി. അത് നാം വിശ്വസിക്കണം. ഇല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ഭാരവും ഒന്നിച്ചാവുമ്പോൾ നമുക്കത് വഹിക്കാൻ കഴിയാത്ത നിലയിലായിത്തീരും. കാരണം എല്ലാ ദിവസത്തിൻ്റെതായ ഭാരങ്ങൾ നാം വഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഭാരം നാം നാളത്തേക്ക് മാറ്റിവെക്കരുത്. പ്രിയരെ, എല്ലാ ചിന്താകുലങ്ങളും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും ഓരോ ദിവസവും നിങ്ങളുടെ ഭാരം ചുമക്കുന്ന ദൈവത്തിൽ നിങ്ങളുടെ ഭാരങ്ങളുമായി കൈമാറി സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുക. പലപ്പോഴും ചിന്തിച്ച് അവശരാകുന്നവരാണ് നമ്മിൽ പലരും. ആശങ്കകൾ നമ്മെ പിടിമുറുക്കുമ്പോൾ നാം തളർന്ന് ബലഹീനമാവും. ബലഹീനതയിൽ ശക്തി പകരുന്ന ദൈവത്തിൽ നാം ആശ്രയം വയ്ക്കുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിക്കും. നമ്മുടെ ഏകാന്തതകളിൽ, സങ്കടവേളകളിൽ നമ്മെ ചേർത്ത് നിർത്തുന്നവരെയാണ് നമുക്ക് ആവശ്യം. ദൈവത്താൽ അത് സാധ്യമാക്കാൻ നാം ദൈവകൃപയിൽ ചാരുക. നമ്മുടെ ജീവിതഭാരങ്ങളെ മറ്റാരേക്കാളും അവിടുന്ന് അറിയുന്നു. ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവിടുത്തെ ദിവ്യ സമാധാനം കൊണ്ട് നമ്മെ നിറയ്ക്കും. നമ്മുടെ കണ്ണീര് തുടയ്ക്കുന്ന, വേദനകളെ മാറ്റുന്ന ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ചാരേ വരും. ഭാരങ്ങൾ കൂടുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അല്പസമയം മൗനമായിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് സഹായകനായിട്ട് കൂടെയിരിക്കും.